ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരായ സൈനിക നീക്കത്തിൽ അമേരിക്കയ്ക്കൊപ്പം ചേരുന്നതിൽ പരാജയപ്പെട്ട മെലോനിക്ക് ധൈര്യമില്ല എന്ന് ട്രംപ് പറഞ്ഞു. മെലോനി അമേരിക്കയെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നത് തന്നെ ഞെട്ടിച്ചുവെന്ന് ട്രംപ് ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഒന്നും ചെയ്യുന്നില്ല എന്നതിൽ അവിടുത്തെ ജനങ്ങൾ സംതൃപ്തരാണോ എന്ന് അദ്ദേഹം പരിഹസിച്ചു. മെലോനിയുമായുള്ള തന്റെ രാഷ്ട്രീയ സഖ്യവും വ്യക്തിപരമായ ആത്മബന്ധവും തകർക്കുന്ന രീതിയിലാണ് ട്രംപിന്റെ പ്രതികരണമെത്തിയത്. മാർപ്പാപ്പയെ ലക്ഷ്യമിട്ടുള്ള ട്രംപിന്റെ പരാമർശങ്ങൾ ഈ തർക്കം കൂടുതൽ വഷളാക്കിയതായാണ് റിപ്പോർട്ടുകൾ. മാർപ്പാപ്പ തന്റെ ജോലി ശരിയായ രീതിയിലല്ല ചെയ്യുന്നതെന്നും അദ്ദേഹം തീവ്ര ഇടതുപക്ഷത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്നും ട്രംപ് ആരോപിച്ചിരുന്നു. എന്നാൽ ട്രംപിന്റെ ഈ വാക്കുകൾ അസ്വീകാര്യമാണെന്ന് മെലോനി തുറന്നടിച്ചു. രാഷ്ട്രീയ നേതാക്കളുടെ നിർദ്ദേശങ്ങൾ മത നേതാക്കൾ പാലിക്കണമെന്ന് നിർബന്ധമുള്ള ഒരു സമൂഹത്തിൽ തനിക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയില്ല എന്നും അവർ വ്യക്തമാക്കി. മെലോനിയുടെ വിമർശനത്തിന് മറുപടിയായി മെലോനിയാണ് അസ്വീകാരിയായ വ്യക്തിയെന്ന് ട്രംപ് തിരിച്ചടിച്ചു. ഇറാന്റെ പക്കൽ ആണവായുധമുണ്ടായാൽ അത് 2 മിനിറ്റിനുള്ളിൽ ഇറ്റലിയെ തകർക്കുമെന്നും മെലോനി അതിനെക്കുറിച്ച് ബോധവതിയല്ല എന്നും അദ്ദേഹം ആരോപിച്ചു. ഇത്തരത്തിൽ ലോകത്തെ 2 പ്രമുഖ നേതാക്കൾ വാക്പോരിൽ ഏർപ്പെടുന്നത് യൂറോപ്യൻ രാഷ്ട്രത്തിനും വലിയ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നുണ്ട്. അമേരിക്കയെ ഒരു മുൻഗണനാ സഖ്യകക്ഷിയായാണ് ഇറ്റലി കാണുന്നതെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യം സഖ്യകക്ഷികൾക്കുണ്ടാകണമെന്ന് മെലോനി കൂട്ടിച്ചേർത്തു. ഇറാൻ യുദ്ധം രൂക്ഷമാകുന്നതോടെ ട്രംപിന് യൂറോപ്യൻ സഖ്യകക്ഷികളുടെ പിന്തുണ ഒന്നൊന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നാറ്റോയ്ക്കുള്ളിലെ വലിയ വിള്ളലുകൾ പുറത്തു കൊണ്ടുവന്നു. നാറ്റോയെ ഒരു പേപ്പർ ടൈഗർ എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. അമേരിക്കയെ സഹായിക്കാൻ തയ്യാറാകാത്ത സ്പെയിനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ അദ്ദേഹം ബ്രിട്ടനും മതിയായ പിന്തുണ നൽകുന്നില്ല എന്ന് ആരോപിച്ചിരുന്നു. അമേരിക്കയെ പിന്തുണയ്ക്കാൻ കഴിയാത്തവർ എണ്ണ സ്വന്തമായി കണ്ടെത്തട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ രൂക്ഷമായ മറുപടി. അമേരിക്കയ്ക്ക് പുറമെ ഇസ്രയേലുമായുള്ള ഇറ്റലിയുടെ ബന്ധവും വഷളാകുകയാണ്. 2016 മുതൽ നിലനിന്നിരുന്ന പ്രതിരോധ സഹകരണ കരാർ മെലോനി റദ്ദാക്കിയത് വൻ വാർത്തയായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഇസ്രയേലുമായുള്ള പ്രതിരോധ കരാർ പുതുക്കുന്നത് നിർത്തിവെക്കുകയാണെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷം ചൂണ്ടിക്കാട്ടിയാണ് ഇറ്റലിയുടെ നടപടിയും വരുന്നത്. മാത്രമല്ല, ലെബനനിലെ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയിൽ സേവനമനുഷ്ഠിക്കുന്ന ഇറ്റാലിയൻ സൈനികർക്ക് സമീപം ഇസ്രയേൽ സൈന്യം വെടിവെപ്പ് നടത്തിയതിനെ ഇറ്റലി ശക്തമായി അപലപിച്ചിരുന്നു. ഇതേ തുടർന്ന് ഇസ്രയേലിന്റെയും ഇറ്റലിയുടെയും അംബാസഡർമാരെ ഇരു രാജ്യങ്ങളും വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ചു. ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രി അന്റോണിയോ തജാനി ബെയ്റൂത്ത് സന്ദർശിച്ച വേളയിൽ ഇസ്രയേലിന്റെ വ്യോമാക്രമണങ്ങളെ വിമർശിച്ചതും നയതന്ത്ര പ്രതിസന്ധി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ഇറാനെതിരായ US സൈനിക നീക്കത്തിൽ പങ്കാളിയാകില്ല എന്ന് ഇറ്റലി വ്യക്തമാക്കിയിരുന്നു. യുദ്ധവിമാനങ്ങൾക്ക് തങ്ങളുടെ വ്യോമ മേഖലയിൽ വിലക്കും ഏർപ്പെടുത്തിയിരുന്നു. ഇസ്രയേലുമായുള്ള സൈനിക പരിശീലന സഹകരണം അവസാനിപ്പിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങളും അറിയിച്ചു. 2006 ഇസ്രയേൽ ഇറ്റലിയുമായുള്ള കരാർ അംഗീകരിക്കുന്നത്. ഓരോ 5 വർഷം കൂടുമ്പോഴും കരാർ പുതുക്കും. പ്രതിരോധ വ്യവസായങ്ങൾ, സൈനികർക്കായുള്ള വിദ്യാഭ്യാസം, പരിശീലനം, ഗവേഷണം, വികസനം, ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ മേഖലകളിലെ സഹകരണമാണ് കരാറിലൂടെ ലക്ഷ്യമിടുന്നത്. യൂറോപ്പിൽ ഇസ്രയേലിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷികളിൽ ഒന്നായിരുന്നു ഇറ്റലി. 40 ദിവസം നീണ്ടുനിന്ന ഇറാൻ യുദ്ധം, പാക് മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ മോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പശ്ചിമേഷ്യൻ വിഷയത്തിൽ 40 മിനിറ്റോളം ഫോൺ സംഭാഷണം നടത്തിയ വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇരുവരും തമ്മിൽ നടക്കുന്ന ഈ വർഷത്തെ 3ാമത്തെ ഫോൺ കോൾ സംഭാഷണമാണിത്. അതേസമയം യുദ്ധം തുടങ്ങിയതിനു ശേഷമുള്ള ആദ്യ ഫോൺ സംഭാഷണവും. സംഭാഷണത്തിനിടയിൽ ഞങ്ങൾ എല്ലാവരും നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതായി ട്രംപ് മോദിയോട് പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്റെ സുഹൃത്ത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിളിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് എക്സിൽ എഴുതിയത്. പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളെക്കുറിച്ചും ഹോർമസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കത്തെക്കുറിച്ചും സംസാരിച്ചതായും ചർച്ചയിൽ ഇന്ത്യൻ നിലപാട് വിശദീകരിച്ചതായും മോദി എഴുതി. ഹോർമസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കം സുഗമമാക്കേണ്ടതിനെ കുറിച്ച് ട്രംപിനോട് വിശദീകരിച്ചെന്നും മോദി കൂട്ടിച്ചേർത്തു. മേഖലയിൽ സംഘർഷം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇന്ത്യയുടെ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തെന്നും സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ ഇരു രാജ്യങ്ങളും സംയുക്തമായി പ്രവർത്തിക്കുമെന്നും മോദി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.